വിളക്കും വെട്ടോ ഒന്നും കണ്ടില്ല. ഇരുട്ടത്ത് ഇങ്ങോട്ട് കയറി പോരുന്നതും കണ്ടു. ഇവിടെ ഈ എഴയുന്ന വർഗങ്ങളുള്ള സൂക്ഷിക്കണം. എന്നെ കടിച്ച പാമ്പിയാകേ ഉള്ളൂ. അങ്ങനെ ഇവരാവുന്നവരിക്കും. എന്റെ പേര് ഇതാര് പറഞ്ഞു? അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. തൊട്ടയിലൊക്കെ അല്ലേ, വന്ന ഉടനെ വിവരങ്ങളൊക്കെ തിരക്കി. വയലിന്ന് വന്നപ്പോ അറിഞ്ഞു ഇങ്ങനെ ഒരാളിവിടെ താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടുകളയാവെന്ന് കരുതി. അല്ല, ഇനിയിപ്പോ കൃഷിക്കാര്യങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നൂടെ? പ്രായമായ ആമക്കളില്ലേ? ആ കാര്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. എനിക്ക് 2 ആമക്കളും ഒരു പെണ്ണുമാണ്. മൂത്തത് കൊച്ചീഷൻ. അവൻ അമ്പലപ്പുഴ മുതലാളിയുടെ കൂടെ ഡ്രൈവറാ. ഒന്നും തരാനും വേണ്ടിയിട്ടൊന്നുമില്ല അവന്. പിന്നെ ഞാൻ കിടന്ന് പണിപ്പെട്ടാലായി. ഇനിയിപ്പോ എന്തുവാ, ഒരു പെണ്ണുള്ളതിനെ ആരെങ്കിലും കൈക്ക് പിടിച്ചിറക്കി വിടണം. മറിഞ്ഞു വീണെങ്കിൽ ചാകണം. എന്താ മോളെ? ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. അച്ഛന്റെ കഞ്ഞി അടച്ചു വെച്ചാ മതിയോ? ഞാൻ വരുന്നു, വന്നിട്ട് കിടന്നാ മതി. സുശീലയുടെ അമ്മ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ ഒരുമിച്ചല്ല താമസം. നോക്കട്ടെ തന്നെ ഒന്നും. ഈ ആള് മോശമല്ലല്ലോ. അതിന്റെ അച്ഛനുണ്ടോ അവിടെ? ഇല്ല. എവിടെ പോയിരിക്കുക? എനിക്കറിയാൻ വയ്യ. കാലത്തെ ബോട്ടും കൊണ്ട് പോയതാ. വൈകുന്നേരം ഞങ്ങൾ വരുമെന്ന് പറഞ്ഞേക്കണം. നീ നിന്റെ ജോലി നോക്കും. വൈകുന്നേരത്തെ കാര്യം വൈകുന്നേരം. എടാ മോനെ, നീ പോയിക്കോ. വൈകുന്നേരം ഒരു പക്ഷെ ഞങ്ങൾ അവിടെ വരും. നീ വരുന്നോടാ മോനെ? തിരിച്ചു വരുമ്പോ ഇവിടെ കൊണ്ട് വിടാം. ഇല്ല. മീൻ വറുത്തോ ഉണ്ടോടാ മോനെ? എനിക്കറിയില്ല. ഔസഫേ, വിട്ടോ വിട്ടോ. ഇങ്ങനെ ഇരുട്ട് വെളുക്കോളം ഇരുന്ന് കുടിക്കാനൊക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഇനി ഞാൻ സമ്മതിക്കത്തില്ല.
അവള് പറയുന്നതിലും ശകല കാര്യമുണ്ട്. അല്ലടോ അപ്പച്ചൻ മാപ്പിളെ? ആരുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തോന്നിയാലോ? മതിയടാ നീ പോവാ. അച്ചായം പറയുന്ന കേട്ടാ തോന്നുമല്ല ഇവിടെ ഇരിക്കാൻ കാരണം ഞാനാണ്. വാ പോ. എന്റെ ഭാര്യയുടെ കമലാക്ഷി മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എന്റെ ഭാര്യ ഭാര്യ എന്റെ മോൻ തുടങ്ങി പാതിരാത്രിക്ക് മോനോടൊരു സ്നേഹം. കൊല്ലുന്ന എന്റെ മോനല്ലാതെ പിന്നെ ആരും ചോദിക്കാൻ? നീ ആരുടെ? ഞാൻ ആരുമില്ല. മിണ്ടിപ്പോകരുത്, കൊല്ലും ഞാൻ. നിന്റെ ചേട്ടത്തി ഉണ്ടല്ലോ, അതേ അട്ടേപ്പിന് ഇതേ കിടക്കുന്നത് എന്റെ ഭാര്യ. അവളെ വിചാരിച്ചിട്ട് വാജിനെ വരട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുള്ള അവളുടെ അനിയത്തി ഇങ്ങോട്ട് കിടക്കുന്നേ. ചുമ്മാ എന്നെ അങ്ങനെ വരട്ടാതെ ഞാനൊരു ചാവിട്ട് വെച്ച് തരും. എന്താടാ പള്ളിക്കൂടെ നേരത്തെ വിട്ടിരിക്കുന്നേ? ഇന്നും ഹെഡ് മാസ്റ്റർ ചത്തോ? എനിക്കറിയില്ല. ഞാൻ വരാം. എന്നാ പിടിച്ചോ, ഇനി നീ പിടിക്കോ. ഓരോന്ന് ആലോചിക്കുമ്പോ കുറച്ച് വിഷമം ഒന്നിച്ച് കഴിച്ചെല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കും. വാസുവിനാണെങ്കിൽ ബോധമില്ല, നിന്റെ അനിയത്തിപ്പിണിനാണെങ്കിൽ മുന്നും പിന്നുമില്ല. നിന്റെ പാട് എനിക്കറിയാൻ കമലാക്ഷി. തലയിൽ എഴുതിയത് അനുഭവിക്കാൻ നിൽക്കൂ. നീ അങ്ങനെ സമാധാനിക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഇങ്ങനൊരു തലയിലെടുത്ത് ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ. താലി കെട്ടി അന്ന് തുടങ്ങിയതാ ഈ കണ്ണീർ. അടിയും ചവിട്ടും എത്ര വേണമെങ്കിലും ഞാൻ കൊള്ളാം. സ്വന്തം അനിയത്തിയും ഭർത്താവും ഇങ്ങനെ തുടങ്ങിയാല് ഞാനതെങ്ങനെ സഹിക്കു വച്ചായ? എത്ര നാളിത് കണ്ടുകൊണ്ടിരിക്കും? എന്നെ എന്റെ മോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ. ഞാനും എന്റെ മോനും രണ്ട് താറാവുകളെ പോലെ അതുങ്ങളുടെ കൂടെ കഴിഞ്ഞോളാം. കരയാതെ പോയി, എല്ലാത്തിനും ഒരു വഴി കാണും. എന്നായാലും വാസുവിനൊരു നല്ല ബുദ്ധി വരാതിരിക്കയില്ല. അതുവരെ നീ സമാധാനമായിരിക്കും. ഞാൻ കണ്ടില്ല. കുളിക്കാൻ പോകുന്നു പറഞ്ഞ് തുണി എടുത്തോണ്ട് പോകുന്നുണ്ട്.
ഓരോരുത്തർ തേങ്ങ ചോദിക്കുമ്പോൾ നേരെ അടുക്കള വന്ന് കയറിക്കോളും. നിന്റെ അച്ഛൻ അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു കയറ്റുന്നത്. ഇന്ന് അങ്ങനെ വരട്ടെ. അയ്യോ, അതെങ്ങനെയല്ല. ഇങ്ങനെ ഞാൻ കാണിച്ചത്. എന്നാലും ആ താറാവുകാരൻ മാപ്പിളയുടെ ഒരു അഹങ്കാരമേ. വീട് എത്തിക്കാമെന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലോട്ടൊരു വരവ്. വൈകുന്നേരം നിന്റെ അച്ഛൻ കള്ളം കുടിച്ചു വരുമ്പോൾ ഇതെങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ രാത്രിയില് എല്ലാവർക്കും അടിയും തൊഴിലും തന്നെ. ഭാഗ്യത്തിന് നിന്റെ അമ്മ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. പറയില്ല മോനെ, എന്നെ അച്ഛൻ അടിച്ചു കൊല്ലും. അച്ഛൻ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. കമലാക്ഷി, പാതി കുടംപുളിയിട്ട് വെക്ക്. ബാക്കി മുഴുവൻ അങ്ങ് വറുത്തേര്. ഇന്നും രാത്രി മേളമായിരിക്കും. ആടെയും നിനക്കെന്ന് കാര്യം ചെയ്യണം. ഞാൻ കയറി വരുമ്പോഴേ ദേഷ്യപ്പെടുത്തിട്ട് ശ്രീകരം. നീ പറയൂ. ഞാൻ പറയും. തെറ്റും കൂട്ടം രാത്രിയിലെ പാർട്ടിയൊക്കെ കൊള്ളാം. പെണ്ണുങ്ങളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കണം. എന്തോ പറ്റി വീട്ടിലിരിക്കാൻ വയ്യാത്തതായിട്ട്? ഒന്നും പറ്റിയില്ല. ഓരോരുത്തരും തീയും ചോദിച്ചോണ്ട് നേരെ അടുക്കളയിലോട്ടല്ലേ വരുന്നത്. അടുക്കളയിലേക്ക് ആരാടി വന്ന് കയറിയത്? നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെ. അതാ ചോദിച്ചത് ആരെന്ന്? പൈന മാപ്പിള. എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക്. അന്നേരം കമലാക്ഷി എവിടെയായിരുന്നു? കുളിക്കാൻ പോയിരുന്നു. അവൻ വന്നപ്പോ വിശ്വനാഥൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പൊട്ടി ചോറും തന്നേച്ച് വരുമ്പോഴാ. അവൻ ചോറ് വരാൻ വന്നപ്പോഴായിരുന്നു പൈലി വന്നത്. അതെ. എന്നിട്ട് പൈലി എന്തോ ചെയ്തു? എന്റെ കൈ കയറി. എന്താ വാസു സന്ധ്യക്ക്? ഞങ്ങൾ രാത്രി ആവുമ്പോ വരാം. എന്താ വാസു മുഖം വെറുപ്പിച്ചിരിക്കണേ? സംഗതി പറ.